മിസ്റ്റർ ഡിന്നി, ഇവിടെ അമേരിക്കൻ പൗരന്മാർക്കിടയിൽ നടത്തിയ സർവേയിൽ ബഹുഭൂരിപക്ഷം അമേരിക്കൻ പൗരന്മാരും ഈ യുദ്ധത്തെ അനുകൂലിക്കുന്നില്ല എന്നാണ് ലേറ്റസ്റ്റ് സർവേ. ഇന്നലെ മാർക്കോ റൂബിയോ പറയുന്നത് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാൽ, ഇറാൻ അമേരിക്കയെ ആക്രമിച്ചാൽ പ്രശ്നമാണ്, അതുകൊണ്ട് ഇറാനെ ആക്രമിച്ച മേഖലയെ നാനാവിധമാക്കാൻ ഇറങ്ങി പുറപ്പെട്ടു. ആർക്കും പിടികിട്ടിട്ടില്ല മൊത്തത്തിൽ. പക്ഷേ ഇനി കരയുദ്ധമെന്ന് പറയുന്നുണ്ട് ട്രംപ്. ലോകം മുഴുവൻ അസമാധാനം ഉണ്ടാക്കുന്ന മട്ടിലേക്ക് പടർന്നു പിടിക്കലാണോ ആ യുദ്ധം? ഇത് ഇന്നൊന്നും അവസാനിക്കാൻ പോകുന്നു എന്ന് പ്രതീക്ഷിക്കാനാകുമോ ശ്രീ എസ് ഡിന്നി? ശ്രീ ഹാഷ്മി, ഒരു കാര്യം വളരെ വ്യക്തമാണ്. അമേരിക്ക എന്ത് ഉദ്ദേശത്തിലാണോ അവർ ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങിയത്, ആ ഉദ്ദേശങ്ങളൊന്നും ഈ അടുത്ത കാലത്തെങ്ങും അവർക്ക് കിട്ടാൻ പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് അതിനകത്തിലേക്ക് സക്സസ് കിട്ടുമെന്നുള്ള ഒരു ലക്ഷണവും ഇതുവരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. രണ്ടാമതായിട്ട് എനിക്ക് വളരെ അതിശയമായിട്ടാണ് തോന്നുന്നത് മാർക്കോ റൂബിയോയുടെ ആ സ്റ്റേറ്റ്മെന്റ്, US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ. അതായത് ഞങ്ങൾ ആക്രമിച്ചത്, ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അക്രമം ഉണ്ടായാൽ അത് ഇറാൻ തിരിച്ചടിക്കും, അങ്ങനെ ആ തിരിച്ചടിക്ക് മുമ്പാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത്. ഇത് എന്തെങ്കിലും ലോജിക് ഉണ്ടോ എന്ന് ഇന്നേ വരെ ഒരു മിലിറ്ററി സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഒരു പ്രിയംപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ ഞങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, അപ്പം ഞങ്ങൾ അടിക്കും. അത് ഒരു പ്രിയംപ്റ്റീവ് ആവും. ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ എന്തായാലും ഏതെങ്കിലും ഒരു രാജ്യം എന്നാണ് ഉദ്ദേശിച്ചത്, ഏതെങ്കിലും ഒരു രാജ്യം, അതിനകത്ത് ഇസ്രായേൽ പറയുന്നത് അത് ഇറാനെ അടിക്കും, അപ്പൊ ഇറാൻ തിരിച്ചടിക്കും. ആ തിരിച്ചടി വരാതിരിക്കാനാണ് ഞങ്ങൾ ഇപ്പോൾ അടിക്കുന്നത്. ഇത് എന്തെങ്കിലും ലോജിക് ആണെന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവുന്നില്ല. എനിക്കൊന്ന് അമേരിക്കയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ലാക്ക് ഓഫ് ക്ലാരിറ്റിക്ക് വേണ്ടി നടക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് US സംബന്ധിച്ചോളം അവർ ഒരു മിസ്കാൽക്കുലേഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിനകത്തുള്ള ഏറ്റവും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും അവരെനിക്ക് തോന്നുന്നില്ല പ്രതീക്ഷിച്ചു ഇതുപോലുള്ള ഒരു റിയാക്ഷൻ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അവർ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് സ്ട്രൈക്കിലൂടെ കംപ്ലീറ്റ് ലീഡർഷിപ്പിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കംപ്ലീറ്റ് ലീഡർഷിപ്പ് ഇറാന്റെ കൊളാപ്സ് ആവും, തെരുവിലേക്ക് ജനങ്ങൾ ഇറങ്ങും, തെരുവിലേക്ക് ജനങ്ങൾ ഇറങ്ങി അതൊരു ഭരണമാറ്റത്തിലേക്ക് പോകുമെന്ന് വിചാരിച്ചുള്ള രീതിയിലാണ് അവർ തുടങ്ങിയത്. പക്ഷെ അതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾ ഈ നല്ല എതിർപ്പുള്ള ജനങ്ങൾ പോലും ആരും പുറത്തു വരുന്നില്ല. ആ എതിർപ്പുള്ള ജനങ്ങൾ പോലും ഒരു രാജ്യത്തിന്റെ തലവനെ ഇങ്ങനത്തെ ഈ രീതിയിലേക്കുള്ള ഒരു അറ്റാക്കും ആ രാജ്യത്തിൽ ഇതുപോലത്തെ ബോംബിങ് ചെയ്ത് അവരെല്ലാം ഒരുമിച്ചാവും. അത് ഏത് രാജ്യത്തിന്റെ ആയാലും ശരി, അതങ്ങനെയാണ്. ഇറാനും അത് തന്നെയാണ് സംഭവിച്ചത്. രണ്ടാമതായിട്ട് ഇറാൻ കാൽക്കുലേറ്റ് ചെയ്ത് വളരെ വ്യക്തമായിട്ടുള്ള അവരുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതായിരുന്നു അവർ പറഞ്ഞ ഡീസെൻട്രലൈസ്ഡ് മൊസാക് ഡിഫൻസ്, DMD എന്ന് പറയുന്ന കാര്യം. അത് അവർക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അമേരിക്ക. അതായത് 31 പ്രൊവിൻസിൽ 30 പ്രൊവിൻസും ഒരു തെഹ്റാൻ പ്രൊവിൻസ് എന്നുള്ള രീതിയിലും കാൽക്കുലേറ്റ് ചെയ്തിട്ട് 31 കമാൻഡേഴ്സിന് അവർ കൊടുത്തു. അതായത് അവർ അതിനുവേണ്ടിയുള്ള ആയുധം കൊടുത്തു, മിസൈൽസ് കൊടുത്തു, അവരുടെ കമാൻഡ് ആൻഡ് കൺട്രോളിലും കൊടുത്തു. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ നിങ്ങൾ ഫയർ ചെയ്തോ, നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ടതാണ്. ഇത് അമേരിക്ക ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. അത് വെച്ചിട്ട് എന്ത് വെച്ച് കഴിഞ്ഞാൽ GCC രാജ്യങ്ങളിൽ അവർ എക്കണോമിക് ആയിട്ടുള്ള ഒരു വാർഫെയർ തുടങ്ങി. എക്കണോമിക് വാർഫെയർ എന്ന് പറയുന്ന കാരണം, ഈ ഇറാൻ ടാർഗറ്റ് ചെയ്തത് US എയർബേസ് മാത്രമല്ല, GCC രാജ്യങ്ങളിലെ എണ്ണ കമ്പനികൾ, GCC രാജ്യങ്ങളിലെ ഹോട്ടൽസ്, ഷിപ്പിംഗ് ലൈൻസ്, ഇതെല്ലാം. കാരണം ഇങ്ങനെ ചെയ്താൽ മാത്രമേ US പ്രഷർ വരത്തുള്ളൂ. ആൻഡ് ഓൾറെഡി പ്രഷർ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത്രയും കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ചെയ്തു. അബ്ബാസ് അറാഖ്ജി എന്ന് പറഞ്ഞ ഫോറിൻ മിനിസ്റ്റർ, അദ്ദേഹം ആ ട്വീറ്റിൽ പറയുകയാണ്, ഞങ്ങൾ 20 വർഷമായിട്ട് അമേരിക്ക ചെയ്ത കാര്യങ്ങൾ, തെറ്റുകൾ ചെയ്ത കാര്യങ്ങൾ കണ്ട് പഠിച്ചിട്ടാണ് ഞങ്ങൾ ഈ സ്ട്രാറ്റജി കൊണ്ടുവരുന്നതെന്ന്. അപ്പൊ ഇതുപോലെ ഇറാൻ തയ്യാറായിരുന്നു. പക്ഷെ അമേരിക്ക ഒരു ഈ പേഴ്സണാലിറ്റി ഓറിയന്റഡ് ആയിട്ട് വന്ന് അവരുടെ, ഞാൻ പറയുന്നില്ല അമേരിക്കയിൽ ബുദ്ധിയും അല്ലെങ്കിൽ സ്ട്രാറ്റജി ഇല്ലാത്ത ആളുകളല്ല, പക്ഷെ ഡൊണാൾഡ് ട്രംപ് എന്നുള്ള അദ്ദേഹത്തിന്റെ ആ പേഴ്സണാലിറ്റി ബേസിൽ ഇത്രയും വലിയ ഒരു അബദ്ധം അവർ കാണിക്കൂ എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നമുണ്ട്. കാരണം ഇപ്പം അവർക്ക് ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്, അവർ പറയുന്നത് വെച്ചാൽ ഗൾഫിൽ നിന്ന് അമേരിക്കൻ സിറ്റിസൻസ് മാറിപ്പോണമെന്നാണ്. അപ്പൊ നോക്കൂ, ഇതൊന്നും നേരത്തെ ആലോചിക്കാതെ എടുത്ത ഒരു തീരുമാനത്തിന്റെ ഒരു ലേറ്റസ്റ്റ് ഉദാഹരണമാണ്. ഗൾഫിൽ നിന്ന് അമേരിക്കൻ സിറ്റിസൻസ് എത്രയും പെട്ടെന്ന് പോകണമെന്ന് അവർ തന്നെ പറയുകയാണെങ്കിൽ അവർ എത്രമാത്രം മിസ്കാൽക്കുലേറ്റ് ചെയ്തു എന്നുള്ളതിന്റെ കാര്യമാണ്. ഈ യുദ്ധം ഇനി എങ്ങോട്ട് പോകും എന്നുള്ളത് എനിക്ക് തോന്നുന്നു അമേരിക്കക്ക് തന്നെ ഒരു ധാരണയില്ല. അവർ ഇനി എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് ഒരു എക്സിറ്റ് സ്ട്രാറ്റജി ആയിരിക്കും അവർ നോക്കുന്നത്. 4 ആഴ്ച 5 ആഴ്ചയൊക്കെ പോയിക്കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള ഇപ്പോഴത്തെ പ്രതിഷേധത്തിന്റെ അപ്പുറം പ്രതിഷേധം വരും. ഓൾറെഡി ഡൊണാൾഡ് ട്രംപിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള അവരുടെ വോട്ട് ബാങ്കിൽ നിന്ന് തന്നെ ധാരാളം എതിർപ്പുകൾ വരുന്നു. ഇപ്പോൾ 6 സോൾജേഴ്സ് ആണ് US നഷ്ടപ്പെട്ടത്. പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ അത് കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയിൽ വലിയ ഒരു പ്രതിഷേധം വരും. കാരണം വ്യക്തമായിട്ടുള്ള കാരണമോ വ്യക്തമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സോ വ്യക്തമായിട്ടുള്ള സ്ട്രാറ്റജി ഇല്ലാതാണ് പോകുന്നതെന്ന ഇതുവരെയുള്ള അമേരിക്കയുടെ എല്ലാ കാര്യങ്ങളും. ഡെഫിനറ്റ്ലി ഇറാന്റെ ഉള്ളിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും ബോംബുകൾ വീഴുമ്പം അവിടെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർ വിചാരിച്ചതിന് അപ്പുറം ഇറാൻ ഒരു പിടിച്ചു നിർത്തി ഒരു തിരിച്ചടി നൽകുന്നുണ്ടെന്നത് യാതൊരു സംശയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.